ഹലോ ഗായ്സ് അങ്ങനെ നമ്മളിത് മാങ്ങ പറിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലേ. അപ്പോൾ പങ്കൻ്റെ ഓരോ കോമാളിത്തരങ്ങൾ കണ്ടിട്ട് ഞാൻ ചിരിയോട് ചെയ്യാണ്. കൊച്ചിന് മാങ്ങ എല്ലാം കൂടി കണ്ടിട്ട് എവിടെയാണ് പിടിക്കേണ്ടത് എന്താ എടുക്കേണ്ടതെന്ന് കൊച്ചിനൊരു ബോധമേ ഇല്ല കേട്ടോ. അങ്ങനെ മാവും ചോട്ടിന് ചുറ്റും നടന്ന് കൊച്ചങ്ങനെ ഇതേ ആളാം വിധം മാങ്ങകളൊക്കെ പെറുക്കിയിട്ട് വരുന്നുണ്ട്. കൊച്ചിതേ മാമ്പഴം കൊണ്ടുവന്ന പാടെ ഒന്നും നോക്കിയില്ല, കടിക്കാൻ വേണ്ടി അങ്ങോട്ട് തുടങ്ങിയില്ലേ. അപ്പോൾ കൊച്ചു പറയുന്നുണ്ട് നല്ല സ്മെല്ല്, അല്ലെങ്കിൽ പങ്ക മാങ്ങാപ്പഴം കൊണ്ട് വന്നപ്പോഴേക്കും നല്ല ഒരു ടൈപ്പ് സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കൊച്ചിതേ ഇറച്ചി കടിച്ച് വലിക്കുന്ന പോലെ നമ്മുടെ മാമ്പഴം കടിച്ച് വലിച്ച് പറിച്ച് ഇതേ കടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തൊണ്ടിന് ഇച്ചിരി കയ്പുണ്ടെന്ന് പറഞ്ഞിട്ട് തൊണ്ട് തുപ്പി കളഞ്ഞ് എന്നിട്ട് ഇതേ ഉള്ളിലത്തെ നല്ലോണം ഭയങ്കര തിന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്കും കൊതിയാവുകയാണ്. മാമ്പഴം കഴിക്കുന്നുണ്ട്, ആർക്കാ കഴിച്ച് കൊതി വരാത്തത്? നിങ്ങൾക്ക് കൊതി വരുമോ ഇല്ലയോ നിങ്ങൾ പറയാൻ മറക്കല്ലോ കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് കൊതി വന്നു, അതുകൊണ്ട് തന്നെ ഞാനിതേ മാമ്പഴം കടിച്ചെൻ്റെ മേത്തിട്ടു. കാരണം ബാക്കിൽ ഇതേ ബസ് വരുന്നുണ്ട്, ആ ബസ് വന്നതിൻ്റെ ഒരു ഇതിൽ ഞാൻ മാമ്പഴം കടിച്ചത് അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ മാമ്പഴം ഇതേ കടിച്ച് പറിച്ച് തന്നുകൊണ്ട് നമ്മൾ നിൽക്കുകയാണ് കേട്ടോ. പങ്ങം പോയി കടിച്ചത് കേടുള്ള ഭാഗത്തായിരുന്നു, അതിൻ്റെ സൈഡിൽ ഇച്ചിരി കേടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേടുള്ളത് കളഞ്ഞിട്ട് നമുക്ക് ബാക്കി നമ്മൾ കഴിക്കാമെന്ന് ഓർക്കാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോഴാണ് ഗായ്സ് നമ്മുടെ മമ്മയും മാവാറ്റ് ഇതേ ഫ്രണ്ടിൽ നടന്നു വരുന്നുണ്ടായിരുന്നു. പൊട്ടന്മാർ കുടയും ചൂടി ഇതേ നടന്നു വരികയാണ് കേട്ടോ. എന്തായാലും നമ്മൾ അറ്റ്ലാസ്റ്റ് വരെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ വരുന്നു പൊട്ടന്മാർ. ഏതോ ഇടവഴിക്ക് കയറി ഒളിച്ച് നമ്മളെ ശശിയാക്കിയിട്ട് മണ്ടന്മാർ. എന്നിട്ട് നമുക്കില്ലാത്ത കുറ്റമില്ല, എന്താ ഗായ്സ് ഇവരെ ചെയ്യേണ്ടത് എടുത്തെറിയണ്ടേ. അങ്ങനെ എന്തായാലും അവരുടെ അടുത്തേക്ക് നമ്മൾ നടന്നു പോകാം. നമ്മളൊന്ന് പ്രതീക്ഷിച്ച് അവരുടെ വായിന്ന് വഴക്ക് കേൾക്കുമെന്ന്. സത്യം പറഞ്ഞാൽ നമ്മളും അവരെ വഴക്ക് പറയണ്ടേ അല്ലേ? അവരുടെ ഭാഗത്തും തെറ്റുണ്ട്, നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പറയണം. എന്തായാലും വഴക്കൊന്നും ആരും പറഞ്ഞില്ല. മാങ്ങ വേഗം കയ്യിൽ നിന്ന് വാങ്ങി ഇതേ ഷോപ്പറിലേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഓണത്തെ മുമ്പിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഈ മാങ്ങേൻ്റെ മണം അടിച്ചിട്ട് ഇവരുടെയൊക്കെ തല തട്ടിപ്പോയി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല മണമാണ്, നല്ല മണമാണ്. മാറ്റി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓണത്തെ ഫ്രണ്ടിലേക്ക് നടക്കാം ഗൈസ്.